ഈ ചോക്ലേറ്റ് ഒരു രൂപമായിരുന്നെങ്കിൽ ചോക്ലേറ്റ് കിട്ടിയാൽ ഒരാളായിരുന്നെങ്കിൽ ഇവിടെ ഡിവോഴ്സ് ഇവിടെ മാരീഡ് ചോക്ലേറ്റ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുവാണ്. രാവിലെ 12 മണിക്ക് യാത്ര തുടങ്ങി. 5 മണിയായി. അതെന്താന്നറിയോ? വഴി തെറ്റി, ഇഷ്ടം മാതിരി വഴി തെറ്റി. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് എന്താ സംഭവം ഞാൻ പറഞ്ഞു കൊടുക്കാം. ഗൈസ്, ഈ ലാ റോക്ക വില്ലേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി നിങ്ങൾ മോൾസ്, എക്സിബിഷൻ ഹാൾസ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല ഷോപ്പിംഗ്. ഇത് ഷോപ്പിങ്ങിന് വേണ്ടി പണിതൊരു വില്ലേജ് ആണ്. പ്രിയ, ഷോപ്പിംഗിന് വേണ്ടി പണിതൊരു വില്ലേജ്. അങ്ങനെ ഒരു വില്ലേജ് ഉണ്ട്. ഫുൾ ഔട്ട്ലെറ്റ് മോൾസ് ആണ്. എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സ്, ലൈക്ക് ഏറ്റവും നോർമൽ ബ്രാൻഡ്സ് ലൈക്ക് നൈക്കി തൊട്ട് ഏറ്റവും നോർമൽ ബ്രാൻഡായ നൈക്കി തൊട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈക്ക് ഗൂച്ചിയും കോച്ചും എല്ലാത്തിൻ്റെ ഔട്ട്ലെറ്റ് മോൾസ് ആണ്. പക്ഷേ ദേ മേഡ് ഇറ്റ് ഇൻ ടു എ വില്ലേജ്. പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. ടാക്സി എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വെരി എക്സ്പെൻസീവ്. ഒരു 10,000 rupees 2 way ജേർണി. നമ്മൾ ട്രെയിൻ എടുത്ത് ബസ് എടുത്ത് അങ്ങനെ മാറി മാറിയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച് ഞങ്ങൾ ഭയങ്കര മടുത്താണ് ശരിക്കും ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ വന്ന് കയറിയത് ഇത്രയും നമ്മളൊരു ബുദ്ധിമുട്ടി ലൈക്ക് ജസ്റ്റ് ഫോർ ഷോപ്പിംഗ്. നോ, നമ്മൾ ഷെർണോബിൽ പോലത്തെ സ്ഥലമൊന്നുമല്ല, ഒരു ഷോപ്പിംഗ് സ്ഥലം കാണിക്കാൻ വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി വരണ്ടെന്ന് ലാസ്റ്റ് ഞാൻ പറയുന്നോട് പറഞ്ഞ നമുക്ക് എത്തിയ ഉടനെ തന്നെ തിരിച്ചു പോകും. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ വാങ്ങോ ഇല്ലയൊന്നൊന്നും അല്ല, ഇവിടുത്തെ ഭംഗി, ഇവിടുത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭംഗി മാത്രമല്ല, ദ വേ ദേ ഡൺ ദിസ് പ്ലേസ് ജസ്റ്റ് ടു ഹാവ് ഗുഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. അത് നിങ്ങൾ എനിക്കൊന്ന് വേറെ എവിടെ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. ലാ വില്ലേജ് ഷോ മാറി. അതെ അതെ, കേറി വരുമ്പോ തന്നെ ഫുൾ ക്രിസ്മസ് ഫീവറും കൂടെ ആയാലും. ദേ ആക്ച്വലി ബിൽഡ് ഇറ്റ് ലൈക്ക് എ വെരി റസ്റ്റിക് വില്ലേജ് അല്ലേ, ഒരു റസ്റ്റിക് സ്പാനിഷ് വില്ലേജ് പോലെയാണ്. അത് കണ്ട ഫുൾ ലൈറ്റ്സ് വെച്ചും ഫുൾ ഒരു കളർ തീംസ് ഒക്കെ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ചെയ്തിരിക്കുന്നത്. ലുക്ക് സോ അമേസിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലേ? ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എ വില്ലേജ് നോ. ഇതൊന്നും എല്ലാവരും കേട്ടോ മോങ്കംപ്രിയുടെ. പ്രാഡയാണോ അതോ ഫൗണ്ടനാണോ? ഓക്കെ, just looks absolutely amazing, no, this place. അത് രാത്രിയും കൂടെ ആയി കഴിയുമ്പോൾ it is going to be even more prettier. അടിപൊളി. just see how they done up these lights and ഇവിടുത്തെ ഒരു ചെടികളൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇത് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? It is just the shopping place, Priya. They made ഒരു മോൾ ആണെങ്കിൽ ഇത്രയൊന്നും കാണിക്കാനില്ല, പക്ഷെ ഇത് ഇറ്റ്സ് an experience. ബാ ബാ ബാ. അതെ, മാക്സിമം ഇരുട്ടുന്നതിന് മുമ്പ് എല്ലാം ഷൂട്ട് ചെയ്യണം. വേറെ ഒന്നുമില്ല ഇവിടെ കേട്ടാ. ഈ ഒരു ചുറ്റുവട്ടത്ത് വേറെ ഒന്നുമില്ല. there is only this one place. പ്രാവിനൊക്കെ വെച്ചിരിക്കുന്ന നോക്ക് മുകളിൽ പ്രിയ. ബാൽക്കണി ഒക്കെ വെച്ച് ശരിക്കും ഡൺ ഇറ്റ് ലൈക്ക് എ ഹൗസ് നോ. കണ്ടേ? പക്ഷെ ബ്രാൻഡ്സ് എല്ലാം ഹൈ എൻഡ് ആണ്. പ്രാഡ ഉണ്ട്, ടാഗ് ഹ്യൂർ, മോൺട്ബ്ലാങ്ക്, മോൾഡീനി. പക്ഷെ ഇറ്റ് സപ്പോസ് ടു ബി ചീപ്പർ ദാൻ ദ നോർമൽ ഷോപ്സ് എന്നാണ് പറയുന്നത്. ഔട്ട്ലെറ്റ് മോൾസ് പോലെയല്ലേ, എന്നാലും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതെ, അതാണ് പ്രശ്നം. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ജസ്റ്റ് എല്ലാത്തിൻ്റെ അകത്ത് നല്ല ഹീറ്ററും ഉണ്ട്. കടകളുടെ വെളിയിൽ കൂടെ നടക്കുമ്പോൾ നല്ല ഒരു ചൂടും കിട്ടുന്നുണ്ട്. ഇത് നോക്കി പറയാ, ഇത് കൊള്ളാവോ? ഓരോ ഷോപ്പിൽ കയറാൻ സമയം കാണില്ല. അതെ, കുളിർമ. അതെ, ഇതാ ഭയങ്കര കുളിർ. അതെ അതെ, ഇതെനിക്കൊന്ന് ജാപ്പനീസ് ഒരു ക്രോക്കറി ഷോപ്പാന്ന് തോന്നുന്നു കേട്ടോ. This place looks so nice, no? അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയെന്നെ. ഏറ്റവും ഭംഗിയുള്ള ഷോപ്പിൽ അതാന്ന് തോന്നുന്നു, അർമാണിയുടെ. അത് ഈ ക്രിസ്മസ് ടൈമിൽ വന്നോണ്ടാ ഇത്രയും ഫീല് കേട്ടാ. മാത്രല്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്നതേ, നമ്മള് കുറച്ച് ഇത്രയും കറങ്ങിയാലും വൈകുന്നേരം വന്നത് നന്നായി. അപ്പളേ ഭംഗി. ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇനിയിപ്പോ രാത്രി ആവുമ്പോ കുറച്ചും കൂടെ ഭംഗിയാവുമല്ലോ.
കരയും, കുറച്ച് കഴിഞ്ഞ് എഴുന്നേപ്പിക്കാം. രാത്രി വരെ ഉണ്ടല്ലോ നമ്മള്. തണുത്തട്ടായിരിക്കും. എന്തൊരു ഭംഗിയല്ലേ ഈ സ്ഥലം. ഗൂച്ചി മാത്രല്ല, ഗൂച്ചിയുണ്ട്, അപ്പുറത്തെ റോബോട്ടോ കവാലി ഉണ്ട്. ഈ ഒരു എല്ലാത്തിലും അവർക്കൊരു 70% 80% ഓഫ് എന്നൊക്കെ കൊടുത്തൂടെ? ഇത് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. ആ പ്രിയ, അതിനുള്ള സമയമൊന്നും ഇല്ല, എല്ലാം കറങ്ങി നടക്കണ്ടേ. പിങ്കോ, ഇത് ഏത് ബ്രാൻഡാ? ആ ഗൂച്ചി സോ ഹ്യൂജ്. ഇവിടുത്തെ ഭയങ്കര വലുതാണല്ലോ, കണ്ടോ? അകത്ത് ചിലപ്പോ അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇറ്റ്സ് സോ ഹ്യൂജ്, നോ? ആ വാ. ഇത്രയും വലുതാന്ന് വിചാരിച്ചില്ല. ഔട്ട്ലെറ്റ് സ്റ്റോഴ്സ് അല്ലേ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ഹ്യൂജ്. സ്പാസിയോ എനിക്കൊന്ന് മൾട്ടി ബ്രാൻഡ്സ് വെക്കുന്ന കടയാന്ന് തോന്നുന്നു. പ്രിയ, കോഫി കുടിക്കാൻ പറ്റിയ സ്ഥലം. ഹീറ്ററൊക്കെ ഉണ്ടോ? ആ ഞാൻ കണ്ടു ടിയർ. അതെന്ത് കാണിക്കാനാ? വാ നമുക്ക് പോവാലോ. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് എ ലേഡീസ് പ്ലേ ഗ്രൗണ്ട് അല്ലേ? അതല്ല, ഇനി നേരെ മുമ്പ് നോക്ക്, എന്ത് രസമായിട്ട്. ഇത്രയും നല്ലൊരു ഔട്ട്ലെറ്റ് മോളോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതെ, കാരണം ഇത്ര സ്പേസ് വേണ്ടേ. ട്രൂ. അവിടെ എനിക്കൊന്ന് കോഫി കുടിക്കാൻ ഇരിക്കാൻ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നു. നോക്ക് എന്ത് രസമാണ്. ആ അത് കേൾക്കാൻ പറ്റില്ല മൈക്കിൽ കൂടെ ചിലപ്പോ. ഒരു നമ്മൾ ആദ്യമായിട്ട് ചോദിക്കാം. അതെ, വാഫിൾസ് വെക്കുന്ന കടയെ പറയാ. വാഫിൾസ് ശരിക്കും ചെടി വളർന്നത് പോലെ ഇല്ലേ ഈ കടയുടെ മുകളില്. വെരി നൈസ്. അത് മാത്രല്ല, ഐഡിയ കോപ്പി അടിക്കാൻ തുടങ്ങി. പക്ഷെ ഇലയൊക്കെ ശരിക്കും വീണിരിക്കുകയാണ്. എന്ത് രസമല്ലേ. എല്ലാരും ഇത് കാണുമ്പോ ഒരു വാവ് എന്നുള്ള ഒരു ഫീലിംഗിലായിരിക്കും ഡെഫിനറ്റ്ലി. എസ്പെഷ്യലി ഇങ്ങനെ എബ്രോഡ് പോവാത്തവരൊക്കെ. ഇവിടെ ഒക്കെ ഡിസ്കൗണ്ട്സ് ഉണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ലാസ്റ്റ് കയറി ഇത് റാൽഫ് ലോറനാണ്. ഗ്യാപ്പ് ചിലപ്പോ കിഡ്സിന്റെ ജാക്കറ്റ് കാണും. ആ ഞാൻ എവിടെ ഹിമാചലിനെ കണ്ടു വന്നപ്പോ സർപ്രൈസ് ഗിഫ്റ്റ്. അത് ഈ ഗ്യാപ്പിന് ചിലപ്പോ കിഡ്സിന്റെ കാണും കേട്ടോ, ഒന്ന് നോക്കണം. റാൽഫ് ലോറൻ മെൻ ഉണ്ട്, ഡിസ്കൗണ്ട് 20% ഒക്കെ ഉള്ളൂ. സോ അങ്ങനെ ഭയങ്കര ഔട്ട്ലെറ്റ് സ്റ്റോർ ആണോ എന്ന് എനിക്ക് അറിയില്ല. കിഡ്സിന്റെ ചിലപ്പോ എന്തെങ്കിലും കാണും, അതൊന്ന് നോക്കാം. ഏത്? ഓ അടിപൊളി. ഒരു സൈഡ് ഭയങ്കര കളർഫുൾ, ഒരു സൈഡ് ഭയങ്കര പ്ലെയിൻ. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ ഇടണം എന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇടാൻ സ്ഥലമില്ലല്ലോ. ഇനി തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ തണുപ്പുള്ള സ്ഥലങ്ങൾ മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. തണുപ്പ് നോക്കിയായിരിക്കും നമ്മുടെ ട്രാവൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആ അത് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന കറക്റ്റാ. ഇവിടെ കാൽവിൻ ക്ലീന്റെ സാധാരണ ഇതുണ്ട്, പക്ഷെ എല്ലാം വിന്റർ കളക്ഷൻസ് ആയിരിക്കും. എനിക്ക് കോച്ചിന്റെ ഒരു ബാഗ് വാങ്ങണം, ബാക്ക് പാക്ക് പോലെ എപ്പോഴെങ്കിലും. ഇത് കണ്ട, ഇത് ബാഴ്സലോണ ടീമിന്റെ ഒഫീഷ്യൽ ഷോപ്പാണ്. ഫുട്ബോൾ ഫാൻസിനും എല്ലാവർക്കും അറിയായിരിക്കും, ബാഴ്സലോണ ലൈക്ക് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോൾ ക്ലബ്ബാണ്. അവരുടെ കുറെ ജേഴ്സീസും അവരുടെ ആക്സസറീസും ഒഫീഷ്യൽ ആക്സസറീസ് ഇങ്ങനത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട് ഫുൾ ബാഴ്സലോണയിൽ. ഓ ഇത് നടക്കുന്നവരും ഭംഗി കൂടിക്കൊണ്ടിരിക്കുള്ള പ്രിയ. ഇതെനിക്ക് തോന്നേ കുടിവെള്ളം കൊടുക്കുന്ന ഫൗണ്ടൻ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇത് ഈ ടാപ്പ് പോലത്തെ ശരിക്കും ഒരു ഹെറിറ്റേജ് രീതിയിലാണ് ചെയ്തിരിക്കുന്നവര്. ഇവിടെയും കുറെ ഹാപ്പി സോക്സ്, നല്ല കളർഫുൾ ആയിട്ടുള്ള സോക്സ് ഒക്കെ കിട്ടും പ്രിയ അവിടെ. യു സ്ലീപ്പ് വിത്ത് സോക്സ് ഉള്ളു ഇന്ന് നാട്ടിലാണെങ്കിലും. ടൂസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ പെർഫ്യൂം ബ്രാൻഡ് ആയിരിക്കും, അല്ല ജ്വല്ലറി ബ്രാൻഡാ. സോക്സ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല. സോക്സ് വേണം. അത് നമുക്ക് വലിയൊരു ഡിയർ പ്രിയ. പ്രിയ ലിൻറ്റിന്റെ ഇത്
ചോക്ലേറ്റ് ആൻഡ് അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടെന്ന്. യു ഡോണ്ട് വാണ്ട്. എന്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞില്ല, പോയിക്കോ വിട്ടോ. അപ്പൊ പ്രിയ വേദന നോക്ക്, ഞാൻ ലിൻറ്റിൽ പോയി ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് വരാം. Oh my god guys, this is like my heaven. എന്റെ ഷോപ്പിംഗ് ഹെവൻ എന്ന് പറഞ്ഞ ഇതാണ്. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് പോയേനെ. കുറെയെങ്കിലും ചോക്ലേറ്റിന്റെ കാര്യം വരുമ്പോൾ എനിക്ക് പൈസ ഒരു വിഷയമല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഒരു 1200 രൂപയുള്ളൂ ഇത്രയും വലുതൊക്കെ, വിച്ച് ഇസ് വെരി ചീപ്പ് കമ്പയർഡ് ടു നാട്ടിലൊക്കെ ഇത് വാങ്ങുവാണെങ്കിൽ. പക്ഷെ ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിയിരിക്കും, കുറച്ച് ചോക്ലേറ്റ്. റൂമിലെങ്കിലും പോയിരുന്ന് കഴിക്കണ്ടേ. ദേ വന്നു. എന്താ പ്രിയ, ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് ചോക്ലേറ്റ് നമുക്ക് വെറുതെ എടുത്താലോ? റൂമിലെങ്കിലും പോയിരുന്ന് കഴിക്കാം. നാട് വരെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഇതെടുത്താലോ, അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതെടുത്താലോ, ഇതാ ഏതെങ്കിലും എടുത്തിട്ട് പറയാ. എനിക്ക് വിറയ്ക്കുന്നു കൈയൊക്കെ. അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അത് തീരത്തും ഇല്ല. ഇങ്ങനത്തെ വല്ലതും എടുക്കാം. അപ്പൊ ഇതൊരെണ്ണം എടുക്കാം. ക്രിയേഷൻ ഡെസേർട്ട് എന്തോ സ്പെഷ്യലാണ്. പിടിച്ചോ. ചോക്ലേറ്റിലൊന്നും വേറെ ഒരു നോട്ടം ഇല്ല. വാ. Everything looks so amazing. Who doesn't love Lindt chocolate? എൻ്റെ അഭിപ്രായത്തിൽ വേൾഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ചോക്ലേറ്റ്സ് ആണ് ലിൻറ്റ്. ഭുവാനും ഒക്കെ ഇഷ്ടമാണെങ്കിലും ഇതൊക്കെയാണ് ഒരു സ്പെഷ്യൽ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ എപ്പോൾ കഴിക്കും ബ്രീ? ഇതെങ്ങനെ പാക്ക് ചെയ്യും പൊട്ടിച്ചാ? ഇതാകുമ്പോൾ പിന്നെ ബോക്സിലെങ്കിൽ അടച്ചു വെക്കാം. ഇതാകുമ്പോൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? ഇത് ചെറുത് വാങ്ങിയാലും നമ്മൾ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, ഇവിടെ തീരില്ല. പ്രിയ ഇത് നോക്ക്, ലിൻറ്റിന്റെ ഹോട്ട് ചോക്ലേറ്റ്. പക്ഷെ നാട്ടിൽ കൊണ്ടുപോയാൽ കലക്കി കുടിക്കാം. പക്ഷെ നാട് വരെ ഇരിക്കുമോ? 2 മാസം കൊണ്ടുപോകാൻ പറ്റുമോ? ചീറ്റയല്ല, സ്ഥലമുണ്ടോ? ഇത്രേ ഉള്ളൂ, നാട്ടിൽ കിട്ടില്ല. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് പ്യുവർ ലിൻറ്റ് ചോക്ലേറ്റ്. കണ്ടോ? ഇതിന് കണ്ട അകത്ത് ഓറഞ്ച് ഫില്ലിങ്ങും വിസ്കി ഫില്ലിങ്. ഡാഡിക്ക് വിസ്കി ഫില്ലിംഗ് ഉള്ളതൊക്കെ വാങ്ങിക്കൊടുക്കായിരുന്നു പ്രിയ. വിസ്കി ഫില്ലിംഗ് ഉള്ള ചോക്ലേറ്റ്, ഫോണ്ടിയോ, കപ്പ് കേക്ക്സ് ഒക്കെ ഉണ്ടാവും. അയ്യോ, പക്ഷെ ഇതിപ്പോ ഞങ്ങളുടെ വെക്കേഷൻ തുടങ്ങിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് മാത്രം എടുക്കാം. കിട്ടിയാ കൊള്ളായിരുന്നു. എനിക്കത് കാണുമ്പോ തന്നെ കൊതിയാവുന്നു. കുറച്ച് എടുത്തല്ലോ. കോയിനല്ല, എൻ്റെ അത് ചോക്ലേറ്റ് അല്ലേ, അതും ലിൻറ്റിന്റെ തന്നെയല്ലേ. പ്രിയ ഒരു പിടി എടുത്ത് അങ്ങോട്ട് ഇട്ടോ. ഒരു പിടിയും അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ കിടക്കട്ടെ. അതൊന്നും വേണ്ട, കൂടുതലായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, കുറയാതിരുന്നാ മതി. അതെടുക്കാം, അതും മറക്കല്ലേ പ്രിയ. ഓക്കെ, തൽക്കാലത്തേക്ക് അത് മതി. എന്റെ ചോക്ലേറ്റ് ഇടുന്നുണ്ട്. ഓ Lindt, this is going to be a memorable day in my life. ഞാൻ ഇതുവരെ ലിൻറ്റിന്റെ ലിക്വിഡ് ചോക്ലേറ്റ് കുടിച്ചിട്ടില്ല. അത് പാലുള്ളത്, അത് പ്രിയക്കാട്ടാ. പ്രിയക്ക് ഡൈല്യൂട്ടഡാ, എനിക്ക് പ്യുവറാ. അത് പാലും ഇട്ട് കുറച്ച് ചോക്ലേറ്റ് ഇട്ടുള്ള സംഭവമാണ്. എൻ്റെ ഇവിടെ കിടന്ന് കറങ്ങുന്നുള്ളൂ. എൻ്റെ പ്യുവർ ഒൺലി ചോക്ലേറ്റ്. അരവണ. പ്രിയ ഇങ്ങോട്ട് വന്നേ, എൻ്റെ നോക്കിക്ക്. ഇത് കണ്ണാടി പോലെ ഇല്ലേ? ഇറ്റ് ലുക്സ് ലിറ്ററലി ലൈക്ക് എ മിറർ. എന്റെ ഐഫോണിന്റെ റിഫ്ലക്ഷൻ വരെ അതിൽ കാണാൻ തോന്നുന്നു. വെളിയിൽ പോയി തണുപ്പത്തിരുന്ന് കുടിക്കാലോ. ഞാൻ നല്ല ഹോട്ട് ചോക്ലേറ്റ്. അതെ, ഹോട്ട് ചോക്ലേറ്റ് കോഫി. അതെ, ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ലിൻറ്റിന്റെ ലിക്വിഡ് ചോക്ലേറ്റ്, നോട്ട് സം ലോക്കൽ ലിക്വിഡ് ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് ഫൗണ്ടൻ്റെ ഒക്കെ കുറച്ച് പേര് എനിക്ക് അയച്ചു തരാറുണ്ട്. അതൊക്കെ വളരെ ലോ ക്ലാസ് ചോക്ലേറ്റ് ആണ്, അതൊന്നും അല്ല നല്ലത്. ഇങ്ങനത്തെ ഒക്കെ ആരോ മുഖത്ത് മറ്റേ മൈക്ക് ടൈസൺ ഒരു ഇടിയാന്ന പോലെ ഉണ്ട്. ആ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു എന്റെ തലയ്ക്കകത്ത്. ഈ ചോക്ലേറ്റിന്റെ കാഡ് കാണുന്ന പോലെയാണോ? It is not that sweet, but it is so rich. It is just pure chocolate. You can even taste the chocolate oil ഉണ്ടല്ലോ, ഈ കൊക്കോ ഓയിലൊക്കെ അത് കിട്ടുന്നുണ്ട്. നോട്ട് സം വെജിറ്റബിൾ ഓയിൽ, പാം ഓയിലിന്റെ ടേസ്റ്റ് ഒന്നുമല്ല. ഇത് പ്രിയ, ഈ ചോക്ലേറ്റ് ഒരു രൂപമായിരുന്നെങ്കിൽ ചോക്ലേറ്റ് കിട്ടിയാൽ, ഒരാളായിരുന്നെങ്കിൽ I would have divorced you and I would have married this chocolate. You will divorce me for your chocolate? അത് ആ കടുങ്കൈ ഞാൻ ചെയ്തിരിക്കും പ്രിയ.
ഇത് I want ദുഷ്ടനാണ് to feel like this every day. ദുഷ്ടനാണ് ദുഷ്മൻ തൂ മേരാ ദുഷ്മൻ. ആ ചോക്ലേറ്റ് കുറച്ച് ബാക്കിയാ വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ അല്ല 2 സ്പൂൺ വെച്ചു. ഇതാണ് കുറച്ച് ആ ഒന്ന് കാണിച്ചു കൊടുക്ക. അത് കുറച്ചുണ്ട്. നോക്കെങ്ങനെയുണ്ട്? വടിച്ചെടുക്കണം. അതെന്താന്ന് അറിയോ, കട്ടി പിടിച്ചു പോകുന്നത്. അപ്പൊ കുടിക്കുന്നത് തിന്നണം. പിന്നെ പല്ലൊക്കെ ഈ കളറാവും. എന്റെ പല്ല് പക്ഷെ ആവില്ല. ലബീബിന്റെ പൊട്ടിക്കോ? Can we buy this one? No, sorry. You had your hot chocolate. But I want this. വേണമെങ്കിൽ കറങ്ങി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ വാങ്ങാം. എവിടുന്ന് പോകുന്നതിന് മുന്നേ. This is so good. Yeah. It's not that sweet, no? Chocolate. Pure Lindt melted chocolate. മതി വാ. ഈ കോയിനും കൂടെ ഒന്ന് തുറന്നു നോക്കട്ടെ. കണ്ടോ എങ്ങനെയുണ്ട് നോക്കട്ടെ. വേദുവിനൊന്നും കിട്ടൂല. വേദുവിന്റെ കയ്യിലുണ്ട്. ഞാൻ വേദുവിന് വിഷുക്കൈ നീട്ടം അടുത്ത വിഷുക്കൈ നീട്ടം ഒരു വർഷം ഇതൊക്കെ ചിലപ്പോ ഒരു വർഷം ഇരിക്കായിരിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടില്ല ഇപ്പൊ ഇത്. അറിയില്ല, നോക്കട്ടെ. ഇത് ലിൻത്തിന്റെ ആണ്. ലിൻത്തിന് എഴുതിയിട്ടുണ്ട്. ഓ കണ്ടോ അങ്ങനെ തന്നെ ഇട്ടു വായില്. എനിക്ക് വേണം. അടിപൊളി മിൽക്ക് ചോക്ലേറ്റ്. പ്യൂർ ക്രീമി സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ്. ഓ അടിപൊളി. അപ്പനെ പോലും അങ്ങനെ വായിലിട്ടു വേദു. കിട്ടിയോ? ആ അങ്ങനെ കൊടുത്തത് അങ്ങനെ തന്നെ വായിലിട്ടു. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഷെയർ ചെയ്യുന്നു. ചോക്ലേറ്റ് അങ്ങോട്ട് കരുതി ഇരുന്നാ മതി. അപ്പനും ഷെയർ ചെയ്തില്ല, മകനും ഷെയർ ചെയ്തില്ല. ബെസ്റ്റ് ഡാഡ് ആൻഡ് സൺ. ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ രാത്രി ആകുമ്പോ ഭംഗി കൂടുന്നത് എന്താ അല്ലേ. ദിസ് പ്ലേസ് ഇസ് സോ വെൽ ഡൺ. ഒന്നും വാങ്ങണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് കമ്മി, യു ക്യാൻ ജസ്റ്റ് റിലാക്സ്. ഒരു സിറ്റി, ബാഴ്സലോണ ഇസ് ആക്ച്വലി എ ക്രൗഡഡ് സിറ്റി. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ യു ഫീൽ ലൈക്ക് വി ആർ ഇൻ സം ഹെവൻ ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ നല്ല ഡീൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ കടകളുടെ അകത്തൊക്കെ കയറി പറയാം റേറ്റ്സ് ഏതെങ്കിലും ഒക്കെ. I feel you know what, ഹിൽ ഫിഗർ ഉണ്ട് 50% ഓഫ്. മോൾസി പോന്നേക്കാളും ബെറ്റർ ഇവിടെ. മച്ച് ബെറ്റർ. This is also nice, no Priya? Mosaic ഒരു എനിക്ക് ആ ആനിമൽസ് ഒക്കെ കാട്ടി ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ആ ഒരു വാട്ടർ ഫൗണ്ടന്റെ ഡിസൈൻ ഒക്കെയാ. ആ ടൈലിന്റെ കളറാ. ദേ പ്രിയ അവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾക്ക്. So nice, no? വേദു കണ്ടില്ല. അന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട്. അതിന്ന് ഒഴുകുന്നുണ്ട് വെള്ളം. എന്നിട്ട് ഇത് കണ്ടോ പീകോക്കിന്റെ ഇത് ഈ താഴെ ഗ്രൗണ്ട് വാല് നീട്ടി താഴെ തറയിൽ ചെയ്തിരിക്കുന്നല്ലേ. ആൻഡ് ടൈൽസിന്റെ പീസസ് വെച്ച് എല്ലാം വെരി നൈസ്. ആ ക്രോക്കഡൈലിന്റെ മേത്ത് വരെ ടൈൽ പീസസ് ഉണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രിയ സ്ഥലം. ഇത് കണ്ട സ്റ്റാർബക്സിന്റെ ഔട്ട്ലെറ്റ് ഇവിടെ. ഓ എന്താ ഒരു സന്തോഷം ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ നല്ലത്. പിന്നെന്താ വരുമ്പോ എന്റെ കണ്ണ് ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എങ്ങോട്ടാ നോക്കുന്നത്. ഇവിടെ കുറച്ചും കൂടെ മറ്റേ നമ്മുടെ ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെ ആയ വെർസാഷി ഉണ്ട്, ജിമി ചൂ ഉണ്ട്, ഓൾഡ് റിഡിലുണ്ട്, ലാൻസിലുണ്ട്. എല്ലാം മറ്റേ ഹാൻഡ് ബാഗ്സും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. ലൂയി വിറ്റോൺ ഈ ഔട്ട്ലെറ്റ് ഡിസ്കൗണ്ട് കൊടുക്കില്ലല്ലോ, അതുകൊണ്ടാണ്. ഐ തിങ്ക് സോ. എന്തൊക്കെയാണ് ഓരോരുത്തരെ പറയുന്നത്. ഓക്കെ, ഇത് ജിമ്മി ചൂ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ എനിക്ക് ഓരോന്നെടുത്ത് കാണിക്കണം എന്നുണ്ട്. കാരണം ആൾക്കാർക്ക് ജസ്റ്റ് വോണ്ട് ടു ഷോ ദം ഇതൊക്കെയാണ് വാട്ട് മണി ഗെറ്റ്സ് യു എന്ന്, അല്ലെങ്കിൽ വൈ പീപ്പിൾ പേ സോ മച്ച് എന്നുള്ളത്. പക്ഷേ ഏതോ മോളില് ഐ ഡോണ്ട് റിമെമ്പർ വേർ റഷ്യയിലാണ് യു സെഡ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അത് ഷൂ അല്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ട്, അതൊക്കെ നടന്നിരിക്കും. ഓർമ്മയില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണേ. ചിലപ്പോ ദില്ലിച്ചേട്ടൻ മറന്നു. എന്ത് എന്താ ആനിമോസോ? അതെന്താ ആനിമൽസ്? എന്താ എന്താ ഈ കള്ളത്തെ? ഞാൻ പോവാ. ഗെസ്സിന്റെ ഷോപ്പിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഗെസ്സിന്റെ ഷോപ്പിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഉണ്ടോ? 70%. ഓ കേറി നോക്കിട്ടോ. ഇത് ബാഴ്സലോണയുടെ ഒരു ഹോം ഗ്രൗൺ ബ്രാൻഡാണ്. റിയലി ഗുഡ്. ഭയങ്കര ഹൈ UV ഒക്കെ ഉള്ളതാണ്. നല്ല ഡിസ്കൗണ്ടിൽ ഗ്ലാസസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു. എങ്ങനെയുണ്ട് ഇത്? എനിക്ക് ഇതിൻ്റെ ഫ്രെയിം ഇഷ്ടപ്പെട്ടു. എന്തേ നല്ലല്ലേ? നോക്കട്ടെ. യോസ് ആൻഡ് സീ. ഞാൻ പിന്നെ എന്തെടുത്താലും പ്രിയക്ക് അതിൻ്റെ ഒരെണ്ണം വേണമല്ലോ. യു ഡോണ്ട് ഹാവ് വൈറ്റ്?
I wanted to buy one white. ഇപ്പൊ അത് പറഞ്ഞതിന്റെ ഒരു കുറവല്ലേ ഉള്ളൂ. അപ്പൊ when you're taking any, I have to take one, right? പ്രിയ ഞാൻ ഇത് എടുക്കാം എന്ന് വിചാരിച്ചു. ഇത് കുറച്ച് വെറൈറ്റി ഇല്ലേ, ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റിക്, ഒരു സ്പാനിഷ് ഫീലിംഗ് അല്ലേ, കുറച്ച് യങ് ആൻഡ് സ്റ്റൈലിഷ് ആണ്. അപ്പൊ എന്നെ പോലത്തെ കണ്ണാടിയിലെങ്കിലും അങ്ങനെ ആവട്ടെ. എനിക്ക് അത് ഫ്രെയിം ഭയങ്കര ഇഷ്ടമായി. ഈവൻ ദ ഗ്ലാസ് കളേഴ്സ് ആൻഡ് ഓൾ ഇസ് നൈസ്. കിട്ടില്ല ഇതൊരു ഐഡന്റിറ്റി. അപ്പൊ സ്പെയിനിൽ നിന്ന് കിട്ടിയാന്ന് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയൊരു സാധനം. നല്ല ക്വാളിറ്റി ആണ്, അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്, ഹൈ UV ആണ്. ഞാൻ ഇത് എടുക്കുക. അപ്പൊ ഞാനോ ഒന്നും വേണ്ട. അപ്പൊ എന്ന് പിടിച്ചൊന്ന് ക്യാമറ തിരിച്ച് ഏതാ നല്ലതെന്ന് പറയണേ. ഓക്കെ ഇതാണോ അതോ മറ്റേതാ വൈറ്റാ? എന്താ അത്? ഡിയറാ? ആ വേദ പോയി തൊട്ട് നോക്ക്, പോയി തൊട്. പാവോ ബാ, പാവോ ഡിയർ. കണ്ട ബാക്കിൽ കുറെ കുട്ടികളൊക്കെ ഇരിക്കുന്ന കണ്ട ഡിയറിന്റെ, കണ്ട പോയി തൊട്. കണ്ട പാവോ ഡിയർ, കണ്ട പാവം. ആ വേദ തൊട്ടില്ലേ? ആ 2 ഡിയർ. എത്ര ഡിയർ ഉണ്ട്? 5 അവിടെ ഇരിക്കണോ വേദുനോ? ബാ. ഇതെന്താ രണ്ടുപേരുടെയും പരിപാടി? കൊള്ളാലോ, ഇവിടെ ഇരുന്ന് എല്ലാം കാണാം. ഇങ്ങനെ എന്താ കാണാൻ? അല്ല, എല്ലാരും വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടോണ്ടിരിക്കാൻ അതൊരു രസമല്ലേ? നല്ല രസമാണ്. പീപ്പിൾ വാച്ചിങ് ഭയങ്കര നല്ല രസമാണ് അല്ലേ? ജസ്റ്റ് ടോയ്ലറ്റും കൂടെ കാണിക്കുവാണ്. കാരണം ദിസ് ഇസ് സംതിങ് അമേസിങ്. ഭയങ്കര ഒരു പേസ്. ഞാൻ പറഞ്ഞു ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ലക്ഷറി. ഈവൻ ദ ടോയ്ലറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇരിക്കാനുള്ള സ്ഥലം അതല്ല, ടോയ്ലറ്റിൽ ആരും ഇല്ല. ഞാൻ അതുകൊണ്ട് എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടോയ്ലറ്റ് വന്നത്. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. പക്ഷേ അതല്ലാതെ ഇവിടെ ആദ്യമേ സോപ്പ്, വെള്ളം, ഡ്രൈ. അടിപൊളിയല്ലേ സംഭവം? ലൈറ്റ്സ് ഒക്കെ നോക്ക്, ടൈൽസ് നോക്ക്, അബ്സല്യൂട്ട്ലി ലക്ഷറി. പ്രിയ ഒരു കാര്യം കാണിച്ചു, ഇങ്ങോട്ട് വാ. വേഗം വാ. ഞാൻ ഒരു അടിപൊളി വിന്റർ ജാക്കറ്റ് കണ്ടു. ഫോർ യു, നോട്ട് ടു ബൈ. ഹൗ ഇസ് ദിസ്? It's a Couture limited edition collection. ഈ ബെയറിന്റെ തലയല്ല, this pink one. You know how much is it? It is a brand called Moschino. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. It's a Couture limited collection. After discount, the price is 2,20,000. ഈ ഒരു സംഭവത്തിന്. And you know what? But how can you wear? I mean, yeah, you can wear. You know what? അവിടെ നിൽക്കുന്ന രണ്ടുപേരില്ലേ, ആ കപ്പിള്, they bought it. This one? Yeah. They just bought. വേദു ഓടി വരുന്നതേ ഡ്രസ്സ് ട്രൈ ചെയ്യാനാണ്. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. വേദുവിന് ഒരു ഡൗൺ ജാക്കറ്റും കൂടെ വാങ്ങണം. ഫുൾ പാവം ഒരു ടൈം ഒരു ജാക്കറ്റ് ഇട്ടുകൊണ്ടോ നടക്കുന്നത്. നമ്മളൊക്കെ ചെത്തുമ്പോൾ 3 ചെത്തണ്ടേ അല്ലേ? നമുക്ക് നോക്കാം ഇവിടെ സൈസ് ഉണ്ടോന്ന് നോക്കാം. ബാ, ഇത് ആർക്കാണ് ഈ ഡ്രസ്സ്? അമ്മേനെ പോലെ എക്സൈറ്റഡ് ആണല്ലോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടാ. കറക്റ്റ് ആണെങ്കിൽ വാങ്ങാം. നൈസാണോ വേദു? നൈസാണോ? ഹാപ്പിയാണോ? വാങ്ങാം. അമ്മയോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്നേ. അങ്ങനെ പ്രിയ, യു വാണ്ടഡ് ടു ഈറ്റ് സിറ്റിംഗ് ഔട്ട് ആൻഡ് ഒരു സ്പെഷ്യൽ ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഹൗ ഇസ് ദിസ് പ്ലേസ്? കുറച്ച് എക്സ്പെൻസീവ് ആണ്. എല്ലാ സാധനങ്ങളും ഓൾ ഹൈ എൻഡ് ബ്രാൻഡ്. പക്ഷെ ഒന്നും വാങ്ങിയില്ലെങ്കിലും അതെ, സോ ഇറ്റ്സ് അൺബിലീവബിളി ഗുഡ് ടു കം ഹിയർ. വർത്ത് ദ ജേർണി. ഒരു ഷോപ്പിംഗ് വില്ലേജ്. വേദുവിന്റെ വായനൊക്കെ ഇത് വരുന്നു, പുക വരുന്നു. വേദു ഊതിക്കേ. It's actually this cold. I mean അത്രയും തണുപ്പില്ലാന്ന് വിചാരിച്ചു. But I love this cold. ഇനി ഇന്ത്യയോട് നല്ലൊരു ഹോട്ട് ഡിഷും കൂടെ വരും. വേദു ഊതിക്കേ. വേദുവിന്റെ വായനൊന്നും വരുന്നില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാനായിട്ട് ഒബ്വിയസ്ലി നമ്മുടെ ഫേവറേറ്റ് ചുരുറോസ് വിത്ത് സം ഹോട്ട് ചോക്ലേറ്റ് സിറ്റിംഗ് ഔട്ട്സൈഡ് നെക്സ്റ്റ് ടു എ ഹീറ്റർ with some amazing calm view and what a beautiful place. അധികമൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിലും it's a must visit place. ചൂടാക്കി കഴിഞ്ഞില്ലേ? എന്നോട് ഇത് കഴിച്ചാൽ മതി പ്രിയ, എല്ലാം ശരിയാവും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാമല്ലോ.
ചുറോസിന് ഒരു ബൈറ്റും കൂടെ എടുത്തിട്ട് അവസാനിപ്പിക്കാം. ലെൻത്തിന്റെ ചോക്ലേറ്റ് ആയി. ഇനി അടുത്ത ഇത് നല്ലതാണോ? അടിപൊളി. പെർഫെക്റ്റ് വേ ടു എൻഡ് ഡേ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കാം സ്പെഷ്യൽ ഒരു ഷോപ്പിംഗ് വില്ലേജും കൂടെ കണ്ട് നമ്മുടെ ഈ ട്രാവലില് ഇനിയും കുറെ ഡിഫറെന്റ് കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബൈ. ഗൈസ് നമ്മൾ ഭയങ്കര വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു. ഞങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ പോയ ഇത് ആക്ച്വലി വളരെ എളുപ്പമാണ് നമുക്ക് ആ റോക്ക വില്ലേജിലേക്ക് പോകാൻ. ബാർസലോണ നോഡ് എന്ന് പറഞ്ഞൊരു മെയിൻ ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബസ്സിന്റെ ഷെഡ്യൂൾ ഒന്ന് ഓൺലൈൻ നോക്കുക. ഇത് കണ്ട നിങ്ങൾക്ക് നേരെ ലാ റോക്ക വില്ലേജ് ബസ് ഉണ്ട്. നേരെ ഇവിടെ നിന്ന് കയറി അവിടെ കൊണ്ടിറക്കും. എൻ്റെ ഫ്രണ്ടിൽ തന്നെ. എനിക്ക് 10 യൂറോ ഉള്ളൂ. സോ ഇതുണ്ടെങ്കിൽ വളരെ കൺവീനിയൻറ്റാണ്. ഞങ്ങൾ പോയപ്പോൾ 4-4.5 മണിക്കൂർ എടുത്തു ട്രെയിൻ മാറി ബസ് മാറി ഒക്കെ പോകാൻ. ഇത് കറക്റ്റ് 40 മിനിറ്റ്സിൽ എത്തി.